ഇതെൻ്റെ പുതിയ ഇൻവെൻട്രിയാണേ. എൻ്റെ മുൻപത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഒരു 30 ആംപിയറിൻ്റെ ഒരു ലിഥിയം ഫെറോ ഫോസ്ഫേറ്റിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കിയത് 12 വോൾട്ടിൻ്റെ. അപ്പം അതെന്ന് വെച്ചാൽ ആക്ച്വലി എനിക്കത് ഉണ്ടാക്കണം എന്നുള്ള അതായത് ഒരു ബാറ്ററി പാക്ക് 30 ആംപിയറിൻ്റെ ഒരു ബാറ്ററി പാക്ക് ഉണ്ടാക്കണം എന്നുള്ള ഇതിൽ ഞാൻ ചെയ്തതല്ല, അതിനെ റിപ്പയർ ചെയ്യണം എന്നുള്ള ഇതിൽ ചെയ്തത്. അതായത് 15 ആംപിയറിൻ്റെ ബാറ്ററി പാക്കാണ്, അതിനെ ഒന്ന് ശരിയാക്കി എടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ എന്നുള്ള എൻ്റെ ടാർഗറ്റ്. പക്ഷേ തുറന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് വളരെ ചെറുതാണെന്നും അതിനകത്ത് നമുക്ക് പറ്റുമെങ്കിൽ ഒരു 30 ആംപിയർ വെക്കാൻ പറ്റുമെന്നും. 30 ആംപിയർ നമുക്ക് വെക്കാൻ പറ്റില്ലായിരുന്നു, വെച്ച് കഴിഞ്ഞപ്പം അത് ഇതിനകത്ത് കയറുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഒരു ചെറിയൊരു പാക്കറ്റിനകത്താക്കി വെച്ചത്. അപ്പം നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന ഒരു ബാറ്ററി പാക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പുതിയ ഇൻവെൻട്രി. അപ്പം ഞാൻ വിചാരിച്ചു 24Ah ഒരു ബാറ്ററി പാക്ക് ഉണ്ടാക്കാമെന്ന്, ലിഥിയം ഫെറോ ഫോസ്ഫേറ്റിന്. 24Ah നല്ല പവർഫുള്ളാണ്. 20 ആംപിയർ ആയിരിക്കും അതിൻ്റെ BMS. അപ്പം ഒരേ സമയം 20 ആംപിയർ അതിൽ നിന്ന് വലിക്കാൻ പറ്റും. നമുക്ക് 24Ah ആണ് അതിൻ്റെ ബാറ്ററി പാക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെൻട്രി സാധനങ്ങളാണ് ഞാൻ ഇപ്പം വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിക്ക് കൊടുക്കേണ്ട ക്ലിപ്പിൽ നേരത്തെ നമുക്ക് ചുമ്മാ വയറിട്ടല്ലേ കൊടുത്തത്, അത് മാറ്റിയിട്ട് ഇനി ബാറ്ററിക്ക് ക്ലിപ്പ് ഞാൻ കൊടുക്കില്ല. ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്ന് വേറെ ഒന്നിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിപ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്ന നമ്മൾ ക്ലിപ്പല്ല, നമ്മൾ XT60 എന്ന് പറഞ്ഞൊരു കണക്ടറാണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ക്ലിപ്പ്. ഇത് കണക്റ്റിംഗ് അതായത് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ UPS കണക്ട് ചെയ്തപ്പം ഞാൻ അതിനകത്ത് വയറാണ് കണക്ട് ചെയ്തത്, ഇതേപോലെ ക്രോക്കോഡൈൽ ക്ലിപ്പല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പം നമുക്കൊരു ക്രോക്കോഡൈൽ ക്ലിപ്പ് വേണ്ടി, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സാധനം. പിന്നെ ഉള്ളത് ഇത് ബാറ്ററിയുടെ ഇതെടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ബാറ്ററിയുടെ ഹോൾഡറാണ്, അതൊന്നും പൊട്ടിച്ചിട്ടില്ല. ലിഥിയം ഫെറോ ഫോസ്ഫേറ്റിൻ്റെ ബാറ്ററി ഹോൾഡേഴ്സാണ്. നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇത് കണ്ട, ഇതിനകത്ത് കുറച്ച് ഇതൊക്കെ ഉണ്ട്, ലോക്കുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി വയ്ക്കാം. കണ്ട, ഇപ്പോൾ 2 എണ്ണമായി. ഇളക്കണമെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് അങ്ങ് ഇളക്കാം. ഇത്തിരി പാടാണല്ലോ സ്ലൈഡ് ചെയ്യാൻ, പക്ഷേ സ്ലൈഡ് ചെയ്ത് എടുക്കാം. അങ്ങനത്തെ 24Ah ആണ് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ ബാറ്ററി പാക്കുണ്ട്. അതിൻ്റെ ബാറ്ററി ഹോൾഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ BMS ആണ്. BMS ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഓക്കെ, ഇതിൻ്റെ കൂടെ വേറെ കുറേ സാധനങ്ങളും കൂടെ ഉണ്ട്. ഇതാണ് അതിൻ്റെ BMS. 20 ആംപിയറിൻ്റെ BMS ആണ്. 4S ഇത് 4S 20 ആംപിയർ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് 81 അതെന്താണെന്ന് 81 അത് നമുക്ക് നോക്കാം എന്താണെന്ന്. 4S ആണ്, ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ്. ഇതിനകത്ത് എത്ര ആംപിയർ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട. ഇതിനകത്ത് തെർമിസ്റ്റർ അവർ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ട, ഓൾറെഡി. അപ്പോൾ നമുക്കിത് നേരെ എടുത്ത് ബാറ്ററിയുടെ ഇടയിലോട്ടങ്ങ് വെച്ചാൽ മതി. അതായത് ഇൻ കേസ് ടെമ്പറേച്ചർ വല്ലതും ചാർജ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടെയാണെങ്കിൽ ഇവൻ തന്നെ അങ്ങ് കട്ട് ചെയ്തോളൂ. ഇവിടെ 2 ബാറ്ററി വയ്ക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ബാറ്ററി അല്ല, മറ്റേ ഇതേപോലത്തെ മോസ്ഫെറ്റ് 2 കൂടെ വെച്ച് കുറച്ചുകൂടെ ആംപിയർ കൂടും. അതായത് മോസ്ഫെറ്റ് എന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, ഞാൻ അങ്ങനത്തെ 20 ആംപിയറിൻ്റെ 3 ഓർഡർ ചെയ്തിട്ടുണ്ടേ. അതെന്തിനാണ് 3 വെച്ചാൽ സാധാരണ ബാറ്ററി പോകുന്നതിനേക്കാൾ BMS ആണ് സാധാരണ പോവാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ 3 ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ ഇത് 433 മെഗാഹെർട്സിൻ്റെ ഇതാണ്. 433 മെഗാഹെർട്സിൽ വർക്ക് ചെയ്യണ RF മോഡ്യൂളാണ്. RF ട്രാൻസ്മിറ്റർ റിസീവർ. ഇതൊക്കെ നിങ്ങൾക്ക് മുമ്പ് പണ്ട് കണ്ടിട്ടുള്ളതാണ് നിങ്ങൾ. പിന്നെ ഇതാണ് XT60 കണക്ടർ. ഇവിടെ എഴുതിയിട്ടുണ്ട് XT60 എന്ന് പറയുന്ന കണക്ടർ. ഇതാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫീമെയിൽ ആയിരിക്കും ബാറ്ററിയുടെ എൻഡ് കണക്ട് ചെയ്യുന്നത്. മെയിൽ വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ അവിടെ. അപ്പം നമുക്കിത് ഇങ്ങനെ ഹോൾഡർ ചെയ്ത് ഒരിക്കലും ഷോർട്ട് ആവില്ല. ഇവിടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡിലായിരിക്കും നമ്മൾ ഈ ക്രോക്കോഡൈൽ ക്ലിപ്പ് വല്ലതും ഉണ്ടെങ്കിൽ ആവശ്യമുള്ളതിന് കണക്ട് ചെയ്യണത്. ഇതിനപ്പം ക്രോക്കോഡൈൽ ക്ലിപ്പ് എവിടെയാണ് ആവശ്യമുള്ളത് അവിടെ കണക്ട് ചെയ്തിട്ട് ഇതിനെ എടുത്ത് കണക്ട് ചെയ്യുമ്പോഴേ ഇതുള്ളൂ. നല്ല ഹൈ ആംപിയർ റേറ്റിങ്ങിലുള്ളതാണ്.
ഹൈ ആംബിയർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹെലികോപ്റ്ററിലൊക്കെ RC ഹെലികോപ്റ്റർ അതിൻ്റെയൊക്കെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 25C ഒക്കെയാണ്. 25C എന്ന് 1C എന്ന് പറഞ്ഞാൽ ഇപ്പം 2.5 ആംബിയർ ആണെങ്കിൽ 1C എന്ന് പറഞ്ഞാൽ 2.5 ആംബിയർ. ഇനി 25C എന്ന് പറഞ്ഞാൽ 25 × 2.5 ആംബിയർ. അത്രയും ആംബിയറാണ് ഒരേ സമയം വലിക്കണം. അപ്പോൾ അത് അത്രയ്ക്ക് കാപ്പബിൾ ആയിട്ടുള്ളത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള നല്ല തിക്നെസ് ഉള്ള സാധനമാണ്. ഇത് ഒരു 25 × 2 എന്ന് പറയുമ്പോൾ 50-60 ആംബിയർ വരെ ഇതിനകത്ത് വലിക്കാൻ പറ്റും. അപ്പോഴും ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്ന സാധനമാണ്. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് XT. വില ഒരല്പം കൂടുതലാണ്. പിന്നെ ഇത്രയും സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട്. വേറെ കുറേ സാധനങ്ങളും ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അത്യാവശ്യത്തിന് വേണ്ട ഒരു സാധനം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കപ്പാസിറ്റി 6000 mAh. ഒരു പാറ്റയൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. ഒരു പാറ്റ, പാവം പാറ്റ, പോട്ടെ പാറ്റയൊക്കെ. എന്നിട്ട് കണ്ട വോൾട്ടേജ് 3.29 to 3.30. അത് ലിഥിയം ഫെറോ ബാറ്ററിയാണ്. റോക്കറ്റ് പോലെ ഇരിക്കുന്ന സാധനം, നമ്മളെ ഷോർട്ട് ഗണ്ണിലൊക്കെ ഉപയോഗിക്കുന്ന ഷോർട്ട് പോലത്തെ സാധനം. 36 ഇതാണ് സംഭവം. നല്ലതാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ എന്തൊക്കെയോ ഒക്കെ പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത് റൗണ്ട് അല്ല, എന്തോ ഒരു പൊട്ടിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഫീൽ ചെയ്യുന്നുണ്ടേ. നല്ലതാണോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ചാർജ് ചെയ്ത് നോക്കിയതിന് ശേഷം എടുക്കോളൂ. ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് 32700 ആണ് നമ്പർ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു. പിന്നെ 6000 mAh. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. അപ്പം 1 2 3 4 അങ്ങനെ 24Ah. 1 2 3 4 ഇപ്പം എത്ര 6 വോൾട്ടേജ് 24Ah തന്നെ. 1 2 3 4 9 വോൾട്ടായി. 1 2 3 4 12 വോൾട്ട്. അങ്ങനെ 12 വോൾട്ട് 24 ആംബിയറിൻ്റെ ബാറ്ററി പാക്കിന് ആവശ്യമുള്ള ബാറ്ററിയാണ്. ഇത് കൂടാതെ വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് അടുത്ത സാധനം. ഈ സാധനം ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോ ഉണ്ടാക്കാൻ സമയത്ത് ഈ സാധനം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതായത് 30 ആംബിയറിൻ്റെ ബാറ്ററി ഉണ്ടാക്കാൻ സമയത്ത് ഈ സാധനം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഇതിൻ്റെ പേര് ബാർലി പേപ്പർ എന്നാണ്. കാരണം നല്ല കട്ടിയുള്ളതാണ്. ഇതിനകത്ത് ഇതും കൂടെ ഉള്ളതാണ്, ഗമ്മും കൂടെ ഉള്ളതാണ്. നമുക്കിത് ഊരിയിട്ട് ഒട്ടിക്കാൻ പറ്റും. ഞാൻ ഊരിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ ഞാൻ ഇളകി വരും. ഞാൻ കാണിച്ചിട്ട് ഇത് കണ്ട ഇങ്ങനെ ഊരിയിട്ട് നമുക്ക് ഇത് നല്ല ഗമ്മുള്ളതാണ്, ഇതിനകത്ത് ചുറ്റിയെടുക്കാം. അപ്പോൾ കഴിഞ്ഞ ബാറ്ററി വാങ്ങിച്ചപ്പം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഈ സാധനം ഇല്ല. ഇതിൻ്റെ പേര് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീട് കണ്ടുപിടിച്ചെടുത്താണ് ബാർലി പേപ്പർ. ഇതിന് തന്നെ ലെങ്ത്തിന് പല ഡിഫറെൻറ്റ് ലെങ്തിലുള്ള ബാർലി പേപ്പറാണുള്ളത്. ഇത് 10 സെൻറ്റിമീറ്റർ ആണെന്ന് തോന്നുന്നു. അത് 10 5 സെൻറ്റിമീറ്റർ എന്തോമാണ്. ഇത് 10 മീറ്ററാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഉപയോഗം വരാതെ എവിടെ പോകാൻ. പിന്നെ ഉള്ളത് ഇത് ഈ ബാറ്ററി ഇത് മറ്റേ 2 ആംബിയറിൻ്റെ ബാറ്ററിയാണ്. നല്ലതാണോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഇത് നല്ലതാണോ ഇല്ലയെന്നൊക്കെ വെയിറ്റൊക്കെ നോക്കി വെയിറ്റ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് 2000 mAhൻ്റെ 18650 ബാറ്ററി. ഞാനത് സൂം ചെയ്ത് കാണിച്ചു തരാം. 18650 ബാറ്ററിയാണ്. ഞാൻ വെയിറ്റ് എടുത്ത് കാണിച്ചു തരാം. എൻ്റെ കയ്യിലുള്ള ഒറിജിനൽ ബാറ്ററി ഇത്. പിന്നെ ഇത് വയർ കണക്ടറാണ്. ബ്രെഡ് ബോർഡിലൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് നോക്കുമ്പോൾ കണക്ട് ചെയ്യാനുള്ള വയർ കണക്ടർ. പിന്നെ ഇത് നമ്മുടെ ഇതാണേ, എൻ്റെ പേരെന്തിന് ഹീറ്റ് റെസിസ്റ്റൻറ്റ് ടേപ്പ് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണോ അല്ലയോ എന്ന് ഞാൻ ഇത് എവിടെ കാണുമെന്ന് അറിയാമോ? നിങ്ങൾ ഈ ബാറ്ററിയൊക്കെ കണ്ടിട്ടില്ലേ? ഈ ബാറ്ററിയുടെ തുമ്പൽ ഒട്ടിച്ചിരിക്കണണ്ട ഹീറ്റ് റെസിസ്റ്റൻറ്റ്. ഈ സാധനം തന്നെയാണ് ഇത് ഇങ്ങനെ ഊരിയെടുക്കുമ്പം ഈ ഒരു കളറിലാണ് വരുന്നത്. അപ്പോൾ ഈ സാധനമാണ് ഇത്. കാരണം ബാറ്ററിയുടെ ടെർമിനലിൽ ഒട്ടിക്കുമ്പോൾ ടെർമിനലിൽ നമ്മൾ ബാറ്ററി പാക്ക് ഉണ്ടാക്കില്ല, അപ്പോൾ അവിടെ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യണത്. ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണോ അല്ലയോ എന്നല്ല ഞാൻ ഇതിനകത്ത് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. അത് ഷോർട്ട്സ് അല്ലെങ്കിൽ രണ്ടാമതൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ തിരിച്ച് അതുപോലെ തന്നെ ഇടാം. ഈ ബാറ്ററി നല്ലതാണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി വെയിറ്റ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഓൾറെഡി നല്ലൊരു ബാറ്ററി ഇരിപ്പുണ്ട്, ക്വാളിറ്റി ഉള്ളത്. ഇത്തിരി വില കൂടുതലാണ്. അതുമായിട്ട് ഞാനൊന്ന് കമ്പയർ ചെയ്യാം. നമ്മൾ ബാറ്ററി എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് വെക്കുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ ഒരു വെയിങ് സ്കെയിൽ എടുക്കണം. ഇത് ഗ്രാമിലുള്ള വളരെ ചെറിയൊരു വെയിറ്റ് നോക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതെടുക്കണം. ഇതിനകത്ത് ബാറ്ററി കൊള്ളാമോ ഇല്ലയോ എന്ന് ക്വാളിറ്റി ഉള്ളതാണോ ഇല്ലയോ എന്ന് അറിയുന്ന ഒരു ടെക്നിക്കാണിത്. ഇതിനകത്ത് 2 ടൈപ്പ് ബാറ്ററി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടും 2000 mAhൻ്റെ തന്നെയാണ്, ഒരേ നമ്പറിലുള്ളതാണ്.
നല്ലതാണോ ഇല്ലയോ എന്ന് കാണണം. ഇത് നല്ലതാണ്. ഈ ഈ ഈ വയലറ്റ് കളറിലുള്ള സാധനമില്ലേ, ഇത് നല്ലതാണ്, ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് പ്രൂവ് ആയിട്ടുള്ളത്, എനിക്ക് സ്വന്തമായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഈ സാധനം. ഈ നീല പുതിയതായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്, പുതിയതായിട്ട് വന്നത്. എനിക്ക് സാധാരണ ഇതാണ് ഞാൻ വാങ്ങിക്കാറ്, ഇത് പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വെയിങ് സ്കെയിൽ എടുക്കുക, അതിനകത്ത് ഈ ബാറ്ററി അങ്ങ് വയ്ക്കുക, അതിൻ്റെ വെയിറ്റ് നോക്കാൻ. ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കുക. ഇതിനകത്ത് ഇപ്പം കാണിക്കണ അറിയാലോ, 44 ഗ്രാമാണ് കാണിക്കുന്നത്. 44-45 ഈ ഒരു ഗ്രാമാണ് ഇപ്പം കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കാണിച്ചു തരാമേ. അതിനുശേഷം ഇതും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് 44 തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇത് രണ്ടും ഒരേ ടൈപ്പിലുള്ള ബാറ്ററിയാണ്. വെയിറ്റ് ഉണ്ട്, കണ്ട 44 തന്നെയാണ് കാണിക്കുന്നത്, വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരേ ടൈപ്പിലുള്ള ബാറ്ററിയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ അവിടെ നമുക്ക് പിന്നെയും ചിന്തിക്കാം, ചൈനയിൽ നിന്ന് വല്ലതുമാണ് വരണമെങ്കിൽ ഇല്ലേ. അതുപോലത്തെ ലോ ക്വാളിറ്റി സാധനം, ചൈനയിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട്, കുറഞ്ഞ ക്വാളിറ്റി. അപ്പോൾ അതിലുള്ള ചിലപ്പോൾ മണ്ണ് വല്ല നിറച്ച് വന്നാലും ഇങ്ങനെ വെയിറ്റ് കാണിക്കും. പക്ഷേ എന്നാലും ബെറ്ററാണ്. ഞാനിത് യൂസ് ചെയ്തത്, ഇത് ഒരു 10-100 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആണ്, ഞാൻ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുമുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ വന്നത് 12 വോൾട്ട് 24 AHൻ്റെ ബാറ്ററി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, പിന്നെ ഫ്രണ്ട്സിലേക്കും ഷെയറും ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള. ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഉടൻ തന്നെ ഇടാമേ. ഇത് ആക്ച്വലി ഔട്ട്രോയ്ക്ക് മുമ്പ് പറയാതിരുന്നതാണ്, മറന്നുപോയി.